ആദ്യം ഗുരുദേവനെ മനസ്സിലാക്കൂ, എന്നിട്ട് സമൂഹത്തോട് പറയൂ. ഗുരുദേവനെ കുറിച്ച് നന്നായി പഠിക്കൂ, എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കൂ. സ്വയം ഗുരുദേവനിലേക്ക് സഞ്ചരിക്കൂ, മറ്റുള്ളവരെയും ഒപ്പം കൂട്ടൂ. ഒരു നിമിത്തമായി നിങ്ങൾക്ക് ഗുരുദേവന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഇത്രയെങ്കിലും തയ്യാറെടുപ്പുകളോടുകൂടി വേണം തുടങ്ങാനെന്നാണ് എന്റെ അഭ്യർത്ഥന. ഗുരുദേവൻ അത് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരനോടൊപ്പം സഹവർത്തിത്വം. നിങ്ങൾ ഓരോരുത്തർക്കും ഗുരുദേവനോടൊപ്പം പങ്കാളികളായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും ചെറുതെങ്കിൽ ചെറുത് ഓരോ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ തുടങ്ങുന്ന കാലമാണ്. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന യുവതി യുവാക്കളോടുള്ള എന്റെ അപേക്ഷ ഇതാ, ഇപ്പോൾ തന്നെ, ഇന്നു തന്നെ നിങ്ങളും ഗുരുദേവനും ഒന്നിച്ചുള്ള ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പ്രവൃത്തികളിൽ ഗുരുദേവനെ പങ്കാളിയാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ഭഗവാനോടൊപ്പം ചെയ്തുകൂടെ? വെറുതെ ആരുടെയെങ്കിലും കൂടെ എന്തിനു പ്രവർത്തിക്കണം? സന്ത് കബീറിനു വേണ്ടി എല്ലാ തരത്തിലുള്ള എഴുത്തു ജോലികളും പൂർത്തിയാക്കിയ ധരംദാസ് പറഞ്ഞത്, ഞാൻ ഈശ്വരന്റെ പേരിലുള്ള വ്യാപാരമാണ് നടത്തുന്നത് എന്ന്. ഗുരുദേവന്റെ പേരിൽ ഗുരുദേവന് വേണ്ടി ആവട്ടെ നമ്മുടെ പ്രവൃത്തികൾ. ഹൃദയത്തിൽ ഗുരുദേവന്റെ വിളി ഏറ്റെടുക്കൂ. അദ്ദേഹത്തിന്റെ സന്ദേശം ജനമാനസങ്ങളിൽ എത്തിക്കൂ. ഞാൻ ഈശ്വരനാമം പേറി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഗുരുദേവന്റെ പേരും പെരുമയും നാം ഹൃദയത്തിലേറ്റി വേണം നടക്കാൻ. ആ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിക്ക് വിപ്ലവകരമായ പരിണാമങ്ങൾ ഉണ്ടാവുന്നു.